ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഞങ്ങളപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോയൊരു വ്ലോഗാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ബുർജ്മാൻ മെട്രോ വഴിയാണ് പോയത്. ബുർജ്മാൻ മെട്രോന്ന് സെൻറ്റർ പോയിൻറ്റിലേക്കാണ് പോയത്. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് പിന്നെ ഇതായി കണ്ടോ, ബസ് പിടിച്ചു. അവിടെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെട്രോൻ്റെ അവിടെ തന്നെ ബസ്സുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ എന്തൊക്കെയുള്ളതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലിയ സംഭവമായിട്ടൊന്നുമില്ല, പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ കൊടുക്കുന്ന അത്ര ഹൈപ്പിനുള്ള സംഭവമൊന്നുമില്ല. മെയിനായിട്ട് ഷോപ്പിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു പ്ലേസ് എന്ന് എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ ഗെയിംസ് കളിക്കുന്നതായാലും അത്യാവശ്യം സാധാരണക്കാർക്ക് പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഷോപ്പ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഷോപ്പ് ചെയ്യാനായിട്ടുള്ളതും പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ളതും ഇവിടെ ബെസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പാസ്പോർട്ട് അവർ തരും, നമുക്ക് ഒരു പാസ്പോർട്ട് തന്നു. പിന്നെ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന്. അപ്പോൾ ഈ പാസ്പോർട്ട് എന്തിനാണ്, നമ്മളത് എന്തായാലും ചോദിച്ച് വാങ്ങിക്കണം പോകുമ്പോൾ. അത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ സീൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ കൺട്രിയിലും കയറിയിട്ട് അവരുടെ സീല് വെച്ചിട്ട് ഇറങ്ങാം. ജസ്റ്റ് ഒരു മെമ്മറി, നമ്മളൊരു സോനിയർ പോലെ വാങ്ങിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രൻസ് കൂടെ കയറി കഴിഞ്ഞാൽ ബാഗേജ് ചെക്കിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗേജ് ചെക്കിൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ പറയുക, സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകും. കയറി ചെല്ലുന്ന എൻട്രൻസിൽ മെയിനായിട്ട് കുറേ ഷോപ്പിങ്ങിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു. ഓരോ കൺട്രിയുടെ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു മിനി ഷോപ്പിംഗ് ഏരിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ലണ്ടൻ അങ്ങനത്തെ ഒക്കെ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ആഫ്രിക്ക, ചൈന, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു മിനി സ്റ്റാർട്ടിങ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിക്കില്ലേ, അതുപോലെ നമുക്കൊരു സ്റ്റാർട്ടറായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല രസമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രി ആയിട്ട് കുട്ടിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. ഇവിടെ ഡെക്കറേഷൻസ് കൂടുതലും ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ന്യൂ ഇയർ സമയത്താണല്ലോ പോയത്, അപ്പോൾ ക്രിസ്മസിന് ചെയ്ത ഡെക്കറേഷൻസും അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ചൈനയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ലേ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ചൈന സ്പെഷ്യൽ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ചൈനയിൽ മാത്രം കാണുന്ന അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അതേപോലെ ആഫ്രിക്കയുടെ ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ലണ്ടൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. ഗ്ലോബൽ വില്ലേജ് എന്ന് എഴുതിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പിക്സൊക്കെ ഇടുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്ത് മരിക്കാം. അമ്മാതിരി സെറ്റപ്പാണ് അവിടെ. നമ്മൾ ഓരോ കൺട്രി ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു. ജസ്റ്റ് അവസാനപ്പോഴേക്കും ഞങ്ങൾക്ക് ഒന്നുമില്ല, കാരണം എന്ത് ഷോപ്പ് ചെയ്യാനാണ്, ഭയങ്കര എക്സ്പെൻസീവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ കിട്ടാനുമുണ്ട്. പിന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനവർക്ക് പറ്റിയ ഒരു പ്ലേസാണ്. അതായത് ഓരോ കൺട്രിയുടെയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിച്ചത് ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് മാത്രമേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയാണ്. ഞാൻ ഫോണിൽ കൂടെ അത്ര ക്ലിയർ അല്ല ഇപ്പം, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഞങ്ങൾ ഫസ്റ്റ് പോയത് കൊറിയ, സൗത്ത് കൊറിയ കാണാനായിട്ടായിരുന്നു പോയിരുന്നത്. കൊറിയ അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഞാനാണെങ്കിൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ എന്താ പറയുക, കയറി ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ, അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സംഭവം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പോകുമ്പോഴാണ് മെയിനായിട്ട് ഷോപ്പിംഗ് മാത്രമാണ് അവിടെ സംഭവമുള്ളത്. പിന്നെ കുറച്ച് സ്പെസിഫിക് ടൈമിൽ മാത്രം ഡാൻസ്, അവരുടേതായിട്ടുള്ള കൾച്ചറായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അത് സ്പെസിഫിക് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈക്ക് ഇപ്പോൾ ഒരു 8 മണി മുതൽ 8:15 വരെ, അങ്ങനെ ഒരു 4-5 ടൈമുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ പോയത് ന്യൂ ഇയർ സെലിബ്രേഷൻ ടൈമിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 6-7 പ്രാവശ്യം ഈവനിങ്ങിന് ശേഷം ഫയർ വർക്ക് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ ഒരെണ്ണം, ഇത് ഫസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ കൺട്രിയുടെ സ്ഥലത്ത് അവിടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് 1 അവർ വിട്ടിട്ടായിരുന്നു തോന്നുന്നു. അതെ, ന്യൂ ഇയർ ആവുന്നവർക്ക് 1 അവർ വിട്ടിട്ട് ഫയർ വർക്ക് ഉണ്ടായിരുന്നു. അതടുത്ത് ബെസ്റ്റ് പാർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ചൈനയിലാണ്. ചൈന ഭയങ്കര നല്ല, എന്താ പറയുക, വലുതായിരുന്നു. ഇഷ്ടം പോലെ സ്പേസ്. കാരണം ചൈന നമുക്കറിയാമല്ലോ, പ്രോഡക്ട്സിൻ്റെ ഒരു ശേഖരമാണ് അവിടെ തന്നെ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് ഇന്ത്യ ആയിരുന്നു തോന്നുന്നു കേട്ടോ. പക്ഷേ ചൈനയും നല്ല വലുപ്പമുണ്ടായിരുന്നു. ചൈന കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് സൗദി അറേബ്യയിലും ഈ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നില്ലേ, ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്, ഓരോ കൺട്രിയുടെ രസമായിട്ടുള്ള കുറേ കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ സൗദി അറേബ്യയിൽ ഉള്ളിൽ പോയപ്പം അവിടെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കണ്ട എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത്. പാട്ട് ഉണ്ടായിരുന്നു അവിടെ. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തന്നെ വൈഫൈ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് വാഷ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. ഉള്ളിൽ ചെന്നാലും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്, പിന്നെ വൈഫൈ കിട്ടും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതായിരുന്നു അവിടുത്തെ കുറേ പാട്ടൊക്കെ ആസ്വദിച്ച്. പിന്നെ പാലസ്തീൻ പോയി. പാലസ്തീൻ നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ ന്യൂസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പക്ഷേ എന്താ പറയുക, ഭയങ്കര വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പാലസ്തീൻ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ അത് ഓർത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ലെബനൻ ഉണ്ട്. അപ്പോൾ അവിടെയും കയറി. ഒക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ സ്ഥലത്തെ ഡെക്കറേഷൻസ് കാണാൻ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ അറേബ്യൻ കൺട്രീസിൽ കയറുമ്പം അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്, ഓരോ കൺട്രിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണല്ലോ ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി മറ്റേ നട്ട്സ്, അതേപോലെ പെർഫ്യൂംസ്, അങ്ങനത്തെയൊക്കെ ഓരോ കൺട്രി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക്, ഇപ്പോൾ കൊറിയയിലാണെങ്കിലും ജപ്പാനിലോ അവരൊക്കെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടർക്കിയിൽ ടീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് വന്നിട്ട് ഇറാനായിരുന്നു. ഇറാൻ്റെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ്, ഭയങ്കര വലുപ്പമുണ്ട്. അത് അത്യാവശ്യം നല്ല രസമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ ചിറകുള്ള കാവൽക്കാർ, അങ്ങനത്തെ അവരുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സ്ഥലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് വലിപ്പം കൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഗ്ലോബൽ വില്ലേജിൽ ഏറ്റവും വലുത് ഇന്ത്യ ആയിരിക്കണം എന്ന്. ചൈനയും വലുപ്പം തോന്നുന്നുണ്ട്, പക്ഷേ ഇന്ത്യ ഒരു രക്ഷയില്ല. നല്ല വലുപ്പമുണ്ട്. ഇന്ത്യയുടെ അപ്പുറത്തെ ഭാഗത്ത് അതിലും അത്രയും തന്നെ വലുപ്പത്തിൽ ഫുഡിൻ്റെ സ്ഥലമുണ്ട്. ചാട്ട് സെക്ഷൻ, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്, അതിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്.
അപ്പോൾ ഉള്ളിലാണെങ്കിൽ കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അങ്ങനെയാണ്, രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഖത്തറിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഖത്തർ അത്ര വലുപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, ചെറു തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പോയത് മൊറോക്കോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങളവിടെ എൻ്റർടൈൻമെൻറ്റിൽ കുറച്ചെണ്ണമൊക്കെ കണ്ടുള്ളൂ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൊറോക്കോയിലെ പാട്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെന്ന സമയത്ത് പാട്ടുണ്ടായിരുന്നു അവരുടെ ലാംഗ്വേജിൽ. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എനർജി, അത് നല്ല രസമായിരുന്നു. സൗദി അറേബ്യയിൽ രസമുണ്ടായിരുന്നു. പിന്നെ ഇത് അടിപൊളിയായിരുന്നു, കേട്ടോക്കൂ. അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ വിശ്വാസം. കാരണം ആൾക്കാരുടെ ബഹളം അമ്മാതിരി ബഹളമായിരുന്നു. പിന്നെ ഞാൻ എടുത്തൊരു പാർട്ട് അത്ര രസമില്ലാത്ത പാർട്ടായിരുന്നു. കാരണം എൻ്റർടൈൻമെൻറ്റ് രസമുള്ള ഭാഗവും എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ എടുത്തു വന്നപ്പോഴത്തേക്കും കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ബഹ്റൈൻ, ഈജിപ്റ്റ് ആ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈജിപ്തിൽ പോയി. ഈജിപ്റ്റ് നല്ല പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് മറ്റേ ഈവിളായുടെ ഐറ്റംസ്, ഡ്രീം ക്യാച്ചർ അങ്ങനത്തെയൊക്കെ, പിന്നെ മമ്മി, പിന്നെ കുറേ ആൻറ്റീക്ക് ഐറ്റംസ് ആയിരുന്നു. അവരുടെ പൂച്ച, മറ്റേ എന്താ പറയുക, മമ്മിയുടെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടണം. അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് അവരുടെ മറ്റേ എന്താ പറയുക, റൈറ്റിങ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സിമ്പിൾസ് അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമാണ്. ഈജിപ്തിൻ്റെ മൊത്തത്തിലൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കേഴ്സ് ഫീലോ അങ്ങനത്തെയൊക്കെ എല്ലാം കൂടി ചേർന്ന് വരും. പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ട്. മറ്റേ കളർ കോമ്പിനേഷൻ, അത് ബ്ലൂവും പിന്നെ ഒരു 2-3 ഷെയ്ഡ്സ് മാത്രമേ അതിലെടുത്ത് കാണുള്ളൂ. അങ്ങനത്തെ ഒരു രസമുണ്ട്. പക്ഷേ അതത്ര വലുപ്പം അങ്ങനത്തെ ഒന്നുമില്ല, സാധാരണ നോർമലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒമാനിൽ പോയി. ഒമാൻ നല്ല രസമുണ്ടായിരുന്നു. അതായത് ഒരു എന്താ പറയുക, വലിപ്പമൊന്നും അധികമില്ല, പക്ഷേ ഒരു അത്യാവശ്യം പീസ്ഫുള്ളായിരുന്നു. അതിൻ്റെ ഒരു ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു ഒമാനിൽ. ബാക്കി സ്ഥലങ്ങളിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊരു പീസ്ഫുള്ളായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഒമാൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബഹ്റൈൻ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ബഹ്റൈൻ്റെ എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി സെറ്റപ്പാണ് ബഹ്റൈൻ്റെ. പിന്നെ അവിടുത്തെ ഒരു പീസ് ഉണ്ട്. ആ ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ വല്ലാത്തൊരു എന്താ പറയുക, ഒരു സെറനിറ്റി, നമുക്കൊരു ഭയങ്കര ഒരു ഫീല് വരുന്നൊരു സ്ഥലമാണ് ബഹ്റൈൻ. അപ്പോൾ അത് അവിടെ പാട്ടുണ്ടായിരുന്നു, അത് കേട്ട് നോക്കൂ. എനിക്കറിയില്ല, ഞാൻ എപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും കിട്ടുക. അതായത് നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാട്ട് നിൽക്കും, അവർ വെറുതെ കൈയടിച്ചുകൊണ്ട് നിൽക്കും. അതുവരെ നല്ല രസമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്തത് യമൻ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ പോലെ തന്നെ ഷോപ്പിംഗ് പരിപാടി തന്നെയായിരുന്നു. കാണാൻ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ സെറ്റപ്പായിരുന്നു. അങ്ങനെ വലിയ അട്രാക്ഷനൊന്നുമില്ല, ഒരു കുട്ടി സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ യമൻ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീണ്ടും ഫയർ വർക്ക് ബെസ്റ്റ്. അതായത് ഞങ്ങൾ ജസ്റ്റ് അതിന് മുന്നിൽ നിൽക്കുമ്പം ആ ഒരു ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ ഈ ഫയർ വർക്ക് കാണുക എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റേതൊക്കെ ഓരോ കോണിൽ നിന്നല്ലേ കണ്ടിരുന്നത്, മെയിനായിട്ടുള്ള ഫയർ വർക്കിന് മുന്നേ അവിടെ ഇവിടെയും ഓരോ കോണിലാണ് കണ്ടത്. പക്ഷേ ഇത് ഡയറക്റ്റ് നമ്മൾ ആ ഫ്രെയിമിൻ്റെ കിടന്ന് നേരെ നിൽക്കുന്ന സമയത്തായിരുന്നു അതുണ്ടായത്.
അത് അത്യാവശ്യം കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതിപ്പോൾ ഇതിക്കൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ നേരെ നിന്ന് കാണുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു ഫീലായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുവൈറ്റിക്ക് പോയി. കുവൈറ്റിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി മൊത്തത്തിലൊരു സെറ്റപ്പ് പോലെ. പക്ഷെ അതത്ര വലുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഈ പറഞ്ഞ കൂട്ടി ചെറുതായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് കാണാം, അത്ര തന്നെയുള്ളൂ. കുവൈറ്റിൻ്റെ അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്ക കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ആഫ്രിക്കയിൽ ഞാൻ ഉള്ളിലത്തെ സംഭവങ്ങളും കുറച്ചെടുത്തിട്ടുണ്ട്. കാരണം ആഫ്രിക്കയുടെ ഉള്ളിൽ മൊത്തത്തിലൊരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ ഈ ഗൾഫ് കൺട്രീസ് പിന്നെ നമ്മുടെ നോർമൽ കൺട്രികൾ അവിടെയൊക്കെ പോയിട്ട് പെട്ടെന്ന് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു വെറൈറ്റി. അതായത് അവരുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറായാലും ഉള്ളിലേക്ക് കയറുമ്പം അവരുടെ ആർട്ടിഫാക്ട്സ് നമ്മൾ എന്താ പറയുക, മൊത്തത്തിലൊരു നല്ല രസമുണ്ടായിരുന്നു. ഒരു വാൾപേപ്പർ തന്നെ കണ്ടോ, നല്ല നല്ല ഒരു വെറൈറ്റി. അതായത് പിന്നെ കുറേ ആനിമൽസൊക്കെ ആയിരുന്നു. ആനിമൽസിൻ്റെ സംഭവമൊക്കെ കയറി ചെല്ലുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നേ ആഫ്രിക്ക കാണാനായിട്ട്. അപ്പോൾ ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയുടെ ഉള്ളിലാണ് ഞാൻ എടുത്തത്. നമുക്ക് വാങ്ങാനും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് ആഫ്രിക്ക അത്ര വലിയ എക്സ്പെൻസീവ് അല്ലായിരുന്നു. ഞാനൊന്നും വാങ്ങിയില്ല, പക്ഷെ വാങ്ങിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാൻ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടർക്കിയിൽ എന്താ പറയുക, കുറേ വുളൻ ഐറ്റംസ് നല്ല രസമായിട്ട് കണ്ടിരുന്നു. പിന്നെ ചായ, അവരുടെ സ്പെഷ്യലായിട്ടുള്ള ടീ നല്ല രസമുണ്ടായിരുന്നു. അതൊരു ഒരെണ്ണം കുടിച്ചിരുന്നു. നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒറിജിനലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ റഷ്യയിൽ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. റഷ്യയുടെ ഉള്ളിൽ കാണാനും ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു പ്രീമിയർ ലുക്ക് ഉള്ളിലുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ സംഭവമൊന്നുമില്ലായിരുന്നു. റഷ്യ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് യൂറോപ്പിലാണ്. യൂറോപ്പിലും ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഈ ബ്രാൻഡഡ് ഐറ്റംസിന് മാത്രം വേണ്ടി പോകുന്നവർക്കൊക്കെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ളിൽ വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. യൂറോപ്പും അങ്ങനെ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. സെറ്റപ്പായാലും അത്ര രസമായിട്ടൊന്നുമില്ല. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഒരിത്തിരി മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ പിന്നെ നമ്മൾ പോയത് സിറിയയിലാണ് കേട്ടോ. സിറിയയുടെ എന്തോ ഒരു രസം ഉണ്ടായിരുന്നു. അതായത് ഒരു മഞ്ഞയും കറുപ്പും വെള്ളയും കൂടിയിട്ടുള്ളൊരു തീമായിരുന്നു അവരുടെ. കുഴപ്പമില്ല, രസമുണ്ട് കാണാനായിട്ട്. വേറെ ഉള്ളിലങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പുറത്തും ഇത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന യൂണിക്കോൺ പോലത്തെ എന്തോ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഉള്ളിലും അതേപോലെ പ്രോഡക്റ്റ്സ് അവിടെ കാണാൻ മൊത്തത്തിലൊരു ബ്ലൂ തീമാണ് അവർ എടുത്തിരിക്കുന്നത്. പിന്നെ അതായത് അങ്ങനത്തെ ഒരു സ്റ്റേജും പിന്നെ ഒരു സെറ്റപ്പും ഉള്ളിൽ നിന്ന് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലത്തെ സ്ട്രക്ചർ കാണാനും എന്താണ്ടോ 2 സിംഹം അങ്ങനെയൊക്കെ മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊരു അട്രാക്ഷനായിരുന്നു ഇറാഖിലെ. അവരുടെ പേര് ഇതെന്താ ആളെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ഗോഡിൻ്റെ അവരുടെ വല്ല ഗോഡാണോ അങ്ങനെ എന്താ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. പക്ഷെ കാണാൻ നല്ല അട്രാക്ഷനായിരുന്നു അത്. പിന്നെ നമ്മുടെ യു എയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സംഭവം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഉള്ളിലും അത്യാവശ്യം ആ ബ്രിഡ്ജിൻ്റെയൊക്കെ എല്ലാം കൂടി ചേർന്നിട്ടേ മറ്റേ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല രസമുണ്ട്. പിന്നെ ഉള്ളിൽ
അത്യാവശ്യം ഷോപ്പ് ചെയ്യാനായിട്ടുള്ളതും സംഭവങ്ങളുണ്ടായിരുന്നു. കൂടുതലും ഈ ഗോൾഡിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ഷോപ്പിൽ ഗോൾഡ് വെച്ചിട്ട് പെയിൻറ്റിങ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഗോൾഡിൽ ഹാർട്ട്, പിന്നെ ആൾക്കാരുടെ രൂപം അങ്ങനെയൊക്കെ ചെയ്തത് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പോഷ് സംഭവങ്ങളായിരുന്നു ഉള്ളിൽ. പിന്നെ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ്റെ പാർട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അവിടെ ചാരിറ്റി കാര്യങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫയർ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതാ അതും കണ്ടു. കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓരോ ഫയർ വർക്ക് കഴിയുമ്പോൾ ഓരോ കൺട്രിയും ഇങ്ങനെ കുറച്ച് കൺട്രീസിൻ്റെ പേര് എഴുതിയിട്ട് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ അവരെ വിഷ് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു ഫയർ വർക്കിൻ്റെ കൂടെ തന്നെ കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് UAE വരിക. അപ്പോൾ അതുവരെയ്ക്കും ഓരോ കൺട്രീസിൻ്റെ ഞങ്ങൾ കണ്ടത് പാകിസ്ഥാൻ, ബംഗ്ലാദേശൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതിന് മുന്നേ വേറെ ഉണ്ടായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ശ്രീലങ്കയിൽ പോയി. ശ്രീലങ്കയിൽ മെയിനായിട്ട് ഒരു ആനയാണല്ലോ, അപ്പോൾ ആനയുടെ സ്ട്രക്ചറും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയും ബംഗ്ലാദേശും അടുത്തടുത്തായിരുന്നു കേട്ടോ, ഒരേ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. നമ്മൾ അതേപോലെ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ടു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓടിയൊന്ന് കണ്ടിട്ട് സീൽ വയ്ക്കുക അങ്ങനെ ഒറ്റ പരിപാടിയായിരുന്നു. കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനായിട്ട്, പാട്ടോ ഒന്നും ഒരു കൺട്രിയുടെ ഒന്നും കാണുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ കയറി ജസ്റ്റ് കണ്ടു, റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ വന്നു. ശ്രീലങ്ക കഴിഞ്ഞ് പിന്നെ ബംഗ്ലാദേശിൽ കയറി. ബംഗ്ലാദേശിൻ്റെ ഈ ഒരു സംഭവം നല്ല ഒരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ, ആ ഒരു വിൻഡോ പോലത്തെ. പിന്നെ അത് കഴിഞ്ഞ് ജോർഡാനിൽ പോയിട്ട് അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുതാണ്, അധികം വലിപ്പമൊന്നുമില്ല. അവിടെയും ടീ നല്ലതായിരുന്നു, ടീ തന്നിരുന്നവർ കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റ് ജപ്പാനിൽ ഡാൻസ്, ഞങ്ങൾ പോയ സമയത്ത് ഡാൻസ് ഉണ്ടായിരുന്നു. അവരുടെ ആ കിമോണൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തുള്ള സ്ട്രക്ചറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഒരു ലേഡി, പിന്നെ ബ്രിഡ്ജിൻ്റെ അങ്ങനത്തെയൊക്കെ ചെറി ബ്ലോസം പോലെയോ എന്തൊക്കെയോ നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ ഫുഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ജപ്പാൻ്റെ പുറം ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഉള്ളിലും മെയിനായിട്ട് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. പിന്നെ അത് ഇങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു, കിമോണോ ഇട്ടിട്ടുള്ള ഡാൻസ് അവരുടെ ആൾക്കാരുടെ, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ മെയിനായിട്ട് കാലിഫോർണിയൻ വൈബ്സൊക്കെ വരുന്ന പോലെ ഒരു നല്ല രസമുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാനായിട്ട്. ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റേ ഷോപ്പിംഗ് പരിപാടി തന്നെയായിരുന്നു. കുറേ ഐറ്റംസ് അവരുടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പാകിസ്ഥാനിൽ കയറി. പാകിസ്ഥാൻ്റേതും എന്താ പറയുക, ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഉള്ളിൽ പിന്നെ നോർമലി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നല്ല ചുരിദാറിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കുർത്തി അങ്ങനത്തെ ഐറ്റംസ് കുറേ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പാകിസ്ഥാനിലും കണ്ടിട്ട് നമ്മൾ പിന്നെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പോയി എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ, ഏതിലും കയറാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്യായ റേറ്റ്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല
എക്സ്പെൻസീവ് ആയിരുന്നു. ആൾക്കാരൊക്കെ പക്ഷേ ഇഷ്ടംപോലെ എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഭയങ്കര റേറ്റാണ്. എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിലും അങ്ങനെ കയറിയില്ല, ജസ്റ്റ് കണ്ടു. കുറേ രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ കാർണിവലിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ജയൻറ്റ് വീൽ സംഭവം, പിന്നെ കുറേ വേറെ വണ്ടർലയിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ കുറേ റൈഡ്സ് സെറ്റപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹോണ്ടഡ് മറ്റേ ഹൊറർ ഹൗസില്ലേ, അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ അവിടെ ഡ്രാഗൺ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ വെള്ളം ഇങ്ങനെ ഒരു റിവർ പിന്നെ ഒരു പോണ്ട് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതിൽക്കൂടെ ബോട്ടൊക്കെ പോകും. അപ്പോൾ അവിടെ നടുക്കൊരു ഡ്രാഗണിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ട്. അവിടെ ഡ്രാഗൺ ഷോ എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാഗണിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തി പുകയൊക്കെ വന്ന് തീയൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ രാത്രിയിലത്തെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എൻട്രൻസ് ഭാഗത്തേക്ക് ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് എത്തുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹോഴ്സിൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൽ ലൈറ്റ് കത്തി ഫൗണ്ടൻ പോലെ വരും, കുറച്ച് നേരം സ്റ്റോപ്പാവും, പിന്നെ വീണ്ടും വരും. അങ്ങനെ അത് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്ത് ചുറ്റും ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം മൊത്തം തിക്കി തിരക്കി ആൾക്കാർ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഹാപ്പി ന്യൂ ഇയർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതും വന്നു. അത് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങി കേട്ടോ. ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒരു ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രോൺ ഷോ നിങ്ങൾ കണ്ടു നോക്കും, നല്ല രസമുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ, ബേർഡ്, അതേപോലെ കന്നഡ, അങ്ങനെയൊക്കെ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ എഴുതിയിട്ട് കുറേ ഐറ്റംസ് ഇങ്ങനെ ഡ്രോൺ ഷോ ആയിട്ട്. അത് ഒരു കൗതുകം. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഡ്രോൺ ഷോ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് അലൈൻമെൻറ്റ് അതിൻ്റെ വരുന്നതും അതിങ്ങനെ ഈവൻ നമ്മൾ വെറുതെ ജസ്റ്റ് നിൽക്കുകയാണെങ്കിൽ കൂടെ കുഴപ്പമില്ല. പക്ഷെ ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറക് ഇങ്ങനെ ഇതാവുന്നതും പിന്നെ ഈ ബേർഡ് ഇങ്ങനെ തിരിയുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കൗതുകം, നല്ല രസം തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് 2025 ന്യൂ ഇയറിൻ്റെ കൗണ്ട് ഡൗൺ ആയി. ആ സമയമായപ്പോഴത്തേക്കും ജസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. പിന്നെ അപ്പോഴത്തേക്കും ഫയർ വർക്ക്സ് അവിടെ നിന്ന് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ന്യൂ ഇയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നല്ല രസമായിട്ട് നമുക്ക് നല്ലൊരു ഫീലായിരുന്നു. ആൾക്കാരെല്ലാവരും കൂടി എന്നിട്ട് ഒരു രസമായിരുന്നു മൊത്തത്തിൽ. ഫയർ വർക്ക്സും കാര്യങ്ങളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ഇയർ ഇതുവരെ അങ്ങനെ നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അപ്പം ഒരു വെറൈറ്റി. അപ്പം അങ്ങനെ അതും കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വരാൻ നമുക്ക് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നമുക്ക് രാത്രി അവിടെ നിന്ന് നല്ല സർവീസാണ് കാര്യങ്ങൾ അവരുടെ. ഇപ്പം പ്രത്യേകിച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ തിരിച്ചല്ലെങ്കിൽ ക്യാബിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ നമുക്ക് ബസ് ഉള്ളത് കൊണ്ട് പിന്നെ അന്ന് 31 തീയതി നമുക്കിവിടെ മെട്രോ സർവീസ് ഉണ്ടായിരുന്നു. 24 hours ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചെത്താനായിട്ട് നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വൈകിട്ടാണെങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ബൈ.